ഹായ് അസ്സലാമലൈക്കും. ഇന്ന് ഞങ്ങൾ കൊച്ചിയിലാണേ. കൊച്ചിയിൽ മറൈൻ ഡ്രൈവിലാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ബോട്ട് യാത്ര ചെയ്യാമെന്ന് ഓർത്ത് നമ്മളൊരു ബോട്ടിൽ കയറിയിട്ടുണ്ട്. കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കയറിയിട്ടുണ്ട്. അപ്പം രണ്ട് സെക്ഷനുണ്ട്. സെക്ഷൻ എന്ന് പറഞ്ഞാൽ മുകളിലും താഴെയുണ്ട്. മുകളിൽ ആദ്യം നമ്മൾ ഫസ്റ്റ് കയറിയിരിക്കുമ്പോഴത്തേക്കും അവിടെ ഒരു പുള്ളിക്കാരൻ, എൻ്റെ പേരെനിക്കറിയത്തില്ല, ആ പുള്ളിക്കാരൻ നമുക്ക് ഓരോ സ്ഥലങ്ങളെത്തുമ്പോഴത്തേക്കും ഇന്ന സ്ഥലങ്ങളാണെന്ന് നമുക്കിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അത് ഹിന്ദിയിൽ, തമിഴിൽ, ഇംഗ്ലീഷിൽ എല്ലാം വിവരിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതായത് ടൂറിസ്റ്റുകൾ ഹിന്ദിക്കാരും ഉണ്ട്, അതുകൊണ്ട് ഇംഗ്ലീഷ് അറിയുന്നവർക്ക് ഇംഗ്ലീഷ്, മലയാളികളായ നമുക്ക് വേണ്ടി മലയാളത്തിൽ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വലിയൊരു കപ്പൽ നിറയെ കണ്ടെയ്നേഴ്സാണ്. കണ്ടെയ്നേഴ്സിൽ ഒരുപാട് ഐറ്റംസ് നമ്മുടെ നാട്ടിൽ നിന്ന് കയറ്റുമതി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും കണ്ടെയ്നേഴ്സ് ഉണ്ടായിരുന്നു. നമുക്കത് എണ്ണാനൊന്നും പറ്റില്ല. എത്ര നിലയിൽ അടുക്കിയേക്കുന്നത് നമുക്ക് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. പിന്നെ കുറേ പേര് മുകളിലിരിപ്പുണ്ട്. ആരും ഇറങ്ങി വന്നിട്ടില്ല. കുറച്ച് പേര് മാത്രമേ ഇറങ്ങി വന്നിട്ടുള്ളൂ. കുറേ പേര് മുകളിലിരിപ്പുണ്ട്. നമ്മൾ എന്താണെന്ന് അറിയാൻ വേണ്ടി താഴത്തേക്ക് ഇറങ്ങി വന്നതാണ്. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ അവിടെ നാണം വന്നിട്ട് കളിക്കാതെ നിൽപ്പുണ്ട്. അവർക്കൊക്കെ ഭയങ്കര നാണമാണ് കളിക്കാൻ. അല്ലാത്തപ്പോൾ കണ്ണാടിയുടെ മുമ്പിലും വീട്ടിലും നിന്ന് ഡാൻസ് കളിക്കാൻ ഒരു നാണില്ലാത്ത മക്കളാണ്. ഇപ്പോൾ എല്ലാവരും ഡാൻസ് കളിക്കുന്ന കണ്ടപ്പോഴത്തേക്കും നാണം കുടുങ്ങി നിൽക്കുക. എൻ്റെ കുട്ടി മാത്രം നല്ല ആക്റ്റീവായിട്ട് കളിക്കുന്നുണ്ട്, മാഷാ അല്ലാഹ്. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ആ പുള്ളിക്കാരിയുടെ ഡാൻസ് കണ്ടപ്പോഴാണ്. ഒരു ചേച്ചി, ആ ചുരിദാറിട്ടിരിക്കുന്ന ചേച്ചിയുടെ നല്ല ആക്റ്റീവായിട്ട് പുള്ളിക്കാരി കളിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടിങ്ങനെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നൊക്കെ എന്തെങ്കിലും ചിന്തിക്കുക, അങ്ങനത്തെ ഒരു ഇതുമില്ല. ആ പുള്ളിക്കാരി നല്ല ഹാപ്പി ആയിട്ട് ആ പാട്ടിനനുസരിച്ച് നല്ല മനോഹരമായിട്ട് കളിക്കുന്നുണ്ട്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊക്കെ പുള്ളിക്കാരി ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പിന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും ഞാൻ കളിക്കൊന്നുമില്ല കേട്ടോ. എനിക്കും സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഷൈ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതുണ്ടോ, ഈ പിള്ളേർക്കൊന്നും കളിക്കാൻ വയ്യ. ആ ചേച്ചിയാണെങ്കിൽ നല്ല ആക്റ്റീവായിട്ട് കളിക്കുന്നുണ്ട്, മാഷാ അല്ലാഹ്. പുള്ളിക്കാരി ഫുൾ എനർജി എടുത്തിട്ട് നല്ല ഹാപ്പി ആയിട്ട്, നല്ല ഹാപ്പി മൂഡിൽ നല്ലതുപോലെ കളിക്കുന്നുണ്ട്. പിന്നെ കണ്ടോ, കുറേ പേര് റീൽസൊക്കെ എടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ കുറേ പേര് പാട്ട് റീൽസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇവർ നമ്മുടെ നാട്ടുകാരല്ല കേട്ടോ. ഇവർ കപ്പിൾസാണ്. ഇവർ ഹിന്ദിയാണ് സംസാരിക്കുന്നത്. ഈ നാട്ടുകാരാണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. അവരും എൻജോയ് ചെയ്യുന്നുണ്ട്. അവരാദ്യം വന്നിരുന്നപ്പോൾ ഒരു മടി കാണിച്ചു. പക്ഷെ അവർ നല്ലപോലെ എൻജോയ് ചെയ്ത് അവരും കളിക്കുന്നുണ്ട്. പിന്നെ ഇവരൊക്കെ മലയാളീസാണ്, നമ്മുടെ ആൾക്കാരാണ്, നമ്മുടെ നാട്ടുകാർ. ഉണ്ടോ, എൻ്റെ കുട്ടി കളിക്കുന്നത് കണ്ടോ, തലക്കെട്ടിടിച്ചിട്ടാണ് കളിക്കുന്നവൾ. ഇപ്പോൾ ചോദിക്കോ, അവർ രണ്ടിൻ്റെ കൂടെ ഒന്നിച്ച് കളിക്കുവാണേ. അവൾക്ക് എല്ലാവരുമായിട്ടും പെട്ടെന്ന് സിംഗാവുന്നൊരു പാർട്ടിയാണ്. ആര് വിളിച്ചാലും ആരുടെ കൂടെ വേണേലും അവൾ വിൽക്കോളും. ഒക്കെ പാട്ട് കേൾക്കുമ്പോൾ പ്രത്യേകം ഒരു ഡാൻസ് കളിക്കാൻ എനർജി എവിടെ നിൽക്കോ വരും. എന്തായാലും എൻ്റെ കുഞ്ഞോള് മാത്രം ഹാപ്പിയാണ്. ഉണ്ടോ, ചേച്ചി നല്ല എനർജി ആയിട്ട് കളിക്കുന്നുണ്ട്. ഇവരൊക്കെ ചുമ്മാ വായും പൊളിച്ച് നിൽപ്പുണ്ട്. അടുത്ത പ്രാവശ്യം ഫുൾ കാണിക്കാവേ.